നാം ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിനെ ആധാരമായി ഇന്ന് ഞാൻ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് വളരെ പ്രസിദ്ധമായി അറിയപ്പെടുന്ന ഗിരിപ്രഭാഷണത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ഈ ഭാഗമാണ്. അതിൻ്റെ 7-ാം വാക്യം 5-ാം അധ്യായത്തിൽ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ ദൈവമക്കളെ കുറിച്ച് ദൈവം മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഇതാണ് ഗിരിപ്രഭാഷണത്തിൽ. ബാക്കിയുള്ളതൊക്കെ നോക്കിക്കേ, ആത്മാവിൽ തെറ്റ് അത് അവനവന്റെ കാര്യമാണ്. ദുഃഖിക്കുന്നത് എന്റെ കാര്യമാണ്. സൗമ്യത അത് എന്നെയാണ്, എനിക്കാണ് അത് ഏറ്റവും ഗുണം ചെയ്യുന്നത്. സൗമ്യതയോട് ഞാൻ ഇടപെടുമ്പോൾ. എന്നാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നാം ഇടപെടുമ്പോൾ കരുണ വളരെ അതിപ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൽ കരുണയെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു ഇവിടെ അത് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ കരുണ കാണിക്കുന്നവരായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കരുണയും ദയയും മനസ്സലിവും ഒക്കെ ഒരേ കാറ്റഗറിയിൽ പോകുന്നതാണ്. മനസ്സലിവാണ് ഇതിൽ ഏറ്റവും ഉയർന്നതായി ആ ഗ്രീക്ക് വേർഡിന്റെ റൂട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കി അവരെ പോലെ അത് ഫീൽ ചെയ്തിട്ട് അവർക്കൊരു ഉദാഹരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണ് മനസ്സലിവിന്റെ പിന്നിലുള്ള ആ വികാരം. അതിന്റെ ഫലമായിട്ടാണ് നാം കരുണ കാണിക്കുന്നതും ദയ കാണിക്കുന്നതും. മറ്റേ ആൾ ഡിസേർവ് ചെയ്തിട്ടല്ല, ആ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ട് ആ വ്യക്തിക്ക് മറ്റൊരു ചാൻസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വ്യക്തിയോട് കാണിക്കുന്ന അനുകമ്പയാണ്, കരുണയാണ്, ദയയാണ്, മനസ്സലിവാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊക്കെയും കർത്താവ് കരുണ കാണിച്ചു. വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു കരുണയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരു ഉപമ പറഞ്ഞിട്ട് അതിന്റെ പ്രസക്തി കൂട്ടുന്നുണ്ട്. ഒരു അന്യജാതിക്കാരൻ, ദൈവജനമേ അല്ല, ഇസ്രായേൽ ജനങ്ങളല്ല, അവരുടെ ശത്രു എന്ന് അവർ ഗണിക്കുന്ന ഒരു വ്യക്തി യഹൂദദേശത്തേക്ക് കടന്നു വന്നപ്പോൾ, യാത്ര ചെയ്തപ്പോൾ ഒരു മുറിവ് പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. ആ വ്യക്തിയോട് കരുണ തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം അവൻ ആ രാജ്യക്കാരനല്ല, അവനെ ഇവരെ അംഗീകരിക്കുന്നില്ല, ഇവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവൻ കടന്നുപോയാൽ അതൊരു പ്രശ്നമായിട്ട് ആരും അംഗീകരിക്കില്ല. കാരണം ചെയ്യേണ്ട പുരോഹിതനും പിന്നീട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കപ്പെട്ടിരിക്കുന്ന ലേവ്യനും കരുണ തോന്നാതെ കടന്നുപോയപ്പോൾ അവരവരോട് ഉത്തരവാദിത്വം ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു അയൽ രാജ്യക്കാരൻ, ഇവരുടെ കാഴ്ചപ്പാടിൽ ഒന്നുമില്ലാത്ത മറ്റേ ഒരു വ്യക്തിയോടെ കരുണ തോന്നും. അപ്പോൾ യേശു ക്രിസ്തു ചിത്രീകരിച്ച ചിത്രീകരണം എത്ര ഭംഗിയുള്ളതാണ്. തന്റെ ജീവിതത്തിൽ അവരെ കുറിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ശബരിയക്കാരനിൽ നിന്ന്. എന്നിട്ടും യേശു അവനിൽ ആ സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ അതിനെ എടുത്തു കാണിക്കുകയും എല്ലാ ദൈവമക്കളോടും അവൻ ചെയ്തതുപോലെ ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളിൽ മാത്രമാണ് ഈ ക്വാളിറ്റി എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ലോകത്തിൽ മറ്റ് പല ജനങ്ങളുടെ ഇടയിലും ഈ കരുണ ഉണ്ട് എന്നാണ് യേശു പറഞ്ഞതിന്റെ ഒരർത്ഥം. നാം സാധാരണ കരുണ കുറവുള്ളവരാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നാം കരുണയും കൃപയും ദയയും മനസ്സലിവും കുറച്ചിട്ട് നിയമത്തിന്റെ മുകളിൽ നടക്കുന്നവരാണ്. അതാണ് നമ്മുടെ പ്രശ്നം. ലീഗലിസ്റ്റിക്കാണ്. അത് ചെയ്താൽ ഇത് കിട്ടും, ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ചിന്താഗതിയിൽ നാം പലപ്പോഴും കരുണ കാണിക്കുവാൻ മറക്കുമ്പോൾ അന്യ വ്യക്തികൾ അവർ എപ്പോഴും അധികം കരുണ കാണിക്കുകയും അതെടുത്ത് യേശു പറഞ്ഞിട്ട് അവനെ പോലെ നീയും പോയി
കരുണ ചെയ്യുവാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിനെ ഞാൻ തെളിയിക്കാം. മുടിയൻ കുത്തം എന്ന് പ്രശസ്തമായ മറ്റേ നമ്മളുടെ ഉപമയിൽ ഈ ഇളയ സഹോദരൻ വന്നപ്പോൾ കണ്ടത് മൂത്ത സഹോദരനെ ആയിരുന്നു പടിക്കൽ വെച്ച് കണ്ടിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവൻ നീതിയും ബോധത്താൽ പറയും, നിന്നെ കൊള്ളത്തില്ല, നീ എല്ലാം നശിപ്പിച്ചവനാണ്, നിന്റേതെല്ലാം തന്നതാണ്, നീയും ഞാനുമായി ബന്ധമില്ല, എന്റെ അപ്പനുമായിട്ടും ബന്ധമില്ല, അപ്പന്റെ എല്ലാം നീ മുടിച്ചതാണ്, എല്ലാം ലോയാണ്, ചത്തമാണ്, ശരിയാണ്, അല്ലേ? അതാണ് സഹോദരൻ കാണുന്നത്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചു, ആ സഹോദരനെ പോലെ അല്ല പിതാവായ ദൈവം. നോക്കിക്കേ, അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ അതിനെ കണ്ടേ പറ്റുള്ളൂ. നാം എല്ലാവരും സഹോദരങ്ങളാണ്. പക്ഷെ നമുക്കില്ലാത്തൊരു ക്വാളിറ്റി അന്യ ജാതിയുടെ അടുക്കൽ കണ്ടിട്ട് യേശു അതിനെ പുകഴ്ത്തുന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കും, നമുക്ക് മറ്റുള്ള ജനങ്ങളിൽ കാണുന്ന ക്വാളിറ്റി അംഗീകരിക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞ് നാം കരുതപ്പെടുന്നത്. എന്നാൽ യേശു അങ്ങനെയല്ല ചെയ്തത്. മറ്റുള്ളവരിലും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നാം അംഗീകരിക്കുകയും ആ ഉള്ളത് എടുത്തു പഠിപ്പിക്കുന്നത് യേശു അപ്രീഷിയേറ്റ് ചെയ്താണ്, അല്ലേ? അപ്പൊ നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ജനങ്ങൾ പാവങ്ങൾക്ക് സഹായം ചെയ്യുന്നതും അല്ലെങ്കിൽ ആശുപത്രി ഉണ്ടാക്കുന്നതും സ്കൂൾ ഉണ്ടാക്കുന്നതും നാം ക്രിട്ടിസൈസ് ചെയ്ത് അത് സോഷ്യൽ ഗോസ്പൽ മാത്രമാണെന്ന് പറഞ്ഞ് അതിനെ തരം താഴ്ത്തുന്നുടനെ ഞാൻ ഈ വാക്യമാണ് ഓർക്കുന്നത്. യേശു അവരിലുള്ള നല്ല കാര്യം എടുത്തിട്ട് അത് നമ്മളോട് ചെയ്യുവാൻ ആ നല്ല ശബരിയക്കാരന്റെ ഉപമയിൽ പറയുന്ന ഉടനെ നമ്മളിൽ ഇല്ലാത്ത ഗുണം വല്ലവരിൽ കണ്ടാൽ അത് ഏറ്റെടുക്കുവാൻ നാം മനോഭാവം കാണിക്കണം, അല്ലേ? അതല്ലേ എന്റെ അർത്ഥം? നമ്മൾ ലോയും ചത്തവും പറഞ്ഞ് മാനസാന്തരപ്പെട്ടു വന്ന ഇളയ സഹോദരനെ അപ്പൻ സ്വീകരിച്ചിട്ടും സ്വീകരിക്കാൻ കഴിയാത്ത മനസ്സോടെ ഇപ്പോഴും പെറുപുറത്തുകൊണ്ട് വെളിയിൽ നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ സഭയുടെ ചിത്രം. മറ്റുള്ളവർ ദൈവസ്നേഹം കണ്ടിട്ട്, ദൈവത്തിന്റെ ആദരം ഓർത്തിട്ട്, അപ്പന്റെ ഗുണവിശേഷങ്ങൾ ഗ്രഹിച്ചിട്ട് മടങ്ങി വന്നിരിക്കുകയാണ്. അവരപ്പനോട് അടുക്കുകയാണ്. പക്ഷേ സഹോദരങ്ങൾ എന്ത് ചെയ്യില്ല? അടുപ്പിക്കില്ല. കാരണം അവരുടെ ആ ലോയിൽ നിൽക്കുന്നില്ല, അവരുടെ ചട്ടത്തിൽ നിൽക്കുന്നില്ല, അവരുടെ ചിന്താഗതിയിൽ ഇവർ തള്ളപ്പെട്ടവരാണ്, എഴുതി തള്ളപ്പെട്ടവരാണ്. അപ്പൊ അത് എന്ത് സംഭവിക്കുന്നു? അത് സംഭവിക്കുന്നത് അത് ലോകത്തിലുള്ള ജനങ്ങളെക്കാൾ മോശമായ ജീവിത രീതിയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ? ലോകത്തിലുള്ള അന്യജാതിക്കാരൻ ഈ വഴിയിൽ കിടക്കുന്നവനെ കണ്ടപ്പോൾ കരുണ തോന്നി, അതുപോലെ നീ പോയി ചെയ്യുവാൻ പറഞ്ഞപ്പോൾ യേശു മാതൃകയായിട്ട് എടുത്തത് ഒരു ദൈവ പൈതലിനെ അല്ല അവിടെ. അതുകൊണ്ട് എല്ലായ്പ്പോഴും അവരെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. ആ ഒരു കാര്യത്തിൽ അവർ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരാണെങ്കിൽ അതെടുത്ത യേശുവിന്റെ പാതയാണ് നമ്മൾ തുടരുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഗുണങ്ങൾ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ദൈവം അംഗീകരിക്കുകയും ചെയ്തു. പഴയ നിയമത്തിലും അങ്ങനെ ദൈവം അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, അഡ്മിനിസ്ട്രേഷനോ അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന എല്ലാവരും ഇത്ര പഠിപ്പിച്ച ആ ഡെലിഗേഷന്റെ സ്വഭാവം പഠിക്കാറുണ്ട്. ആ തത്വം, അദ്ദേഹത്തിന്റെ പേര് പറയുമോന്ന് എനിക്കറിയത്തില്ല, ആ തത്വം ഇന്ന് ലോകത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഡെലിഗേഷൻ പഠിപ്പിച്ചത് ആരാണ്? ഇത്ര ആരെയാ പഠിപ്പിച്ചത്? മോശെ. മോശെ ആരാ? ലോകീവൻ. എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ശാപത്തിൽ വിറക് പറക്കുന്നത് കണ്ടപ്പോൾ എന്തോ ചെയ്യണമെന്ന് അവർക്കറിയാൻ കഴിഞ്ഞിട്ട് ദൈവസന്നിധാനത്തിൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇന്നതാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന എല്ലാം ഉത്തരം പറയേണ്ടത് വ്യക്തിക്ക് ഉത്തരം കൊടുത്തത് ആരാണ്? വലിയ ലോകത്തിൽ യഹൂദനല്ലാതെ ദൈവവുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ. അവനിൽ നിന്നാണ് എന്തെടുത്തത്? കർത്താവേ,
ഈ പാഠമെടുത്ത് വേദപുസ്തകത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും ഒരു നല്ല വശം നമ്മളിൽ വേണ്ടുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ ഇല്ലാതെ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അതിനെ എടുത്ത് നിങ്ങൾ ഇതുപോലെ ചെയ്യുവാൻ പറഞ്ഞ കർത്താവ്, പഴയ നിയമത്തിൽ ഇത്രോവിന്റെ തത്വം എടുത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുമായ കാര്യം മറ്റുള്ളവർ ചെയ്താൽ അതിനെ പുട്ട് ഡൗൺ ചെയ്യല്ല, പിന്നെയോ എന്തു ചെയ്യാൻ വേണ്ടേ, അതിനെ അംഗീകരിച്ച് അറ്റ്ലീസ്റ്റ് അതിൽ നാം സന്തോഷിക്കുവാൻ മനസ്സുള്ളവരായിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ കരുണ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ ഡിസേർവ് ചെയ്യുന്നതല്ല. അവനോട് ക്ഷമിച്ച് അവന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി അവന് മറ്റൊരു ചാൻസ് കൊടുക്കുവാൻ നാം നമ്മളുടെ ആ റൈറ്റ്സ് നമുക്ക് കിട്ടേണ്ടതിനെ മറന്ന് ദൈവത്തിന്റെ സ്വഭാവം കാണിക്കുക. ആ കർത്താവിൽ നിന്ന് പഠിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് ആ ദൈവത്തെ കുറിച്ച് യേശു പഠിപ്പിച്ച ഉപമയിൽ നിന്നും യേശുവിന്റെ ജീവിത രീതി കണ്ടും പരിശുദ്ധാത്മാവ് മുഖാന്തരം പറയാണ്, നമ്മുടെ ദൈവം മനസ്സലിവിന്റെ ദൈവമാണ്. ആ ദൈവം എങ്ങനെയാണ് നമ്മളോട് കരുണ കാണിക്കുന്നത്? ആ വാക്യം നമുക്ക് വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണല്ലോ. അവിടെ എന്താണ് പറയുന്നത്? നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവന്റെ ദയയാണ്, വേറെ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ എന്താ, നമുക്ക് പലതും ക്ലെയിം ചെയ്യുവാനുണ്ടെങ്കിൽ ദൈവം പറയുന്നത് നാം തകർന്നു പോകാതെ നിൽക്കുന്നത് എന്താണ്? കർത്താവിന്റെ ദയയാണ്. അടുത്ത വാക്യം, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അപ്പോൾ ഓരോ ദിവസവും നമ്മൾക്ക് വേണ്ടുന്ന ആ കരുണ, ആ ദയ ദൈവത്തിന്റെ വിശ്വസ്തതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നുടനെ ദൈവം തമ്പുരാൻ പറയുന്നത് അത് ദൈവത്തിന്റെ സ്വഭാവമാണ്, അത് ദൈവജനങ്ങൾക്ക് പകരുന്നതാണ്, അത് കർത്താവ് പഠിപ്പിച്ചതാണ്. മറ്റുള്ളവരിൽ കണ്ടപ്പോൾ അതിനെ പ്രശംസിച്ചിട്ട് നമ്മളോട് അതിൻ പ്രകാരം ജീവിക്കണമെന്ന് യേശു അരുളി ചെയ്തു. അപ്പോൾ ഈ കരുണ അല്ലെങ്കിൽ ദയ അല്ലെങ്കിൽ മനസ്സലിവ് കർത്താവ് എപ്പോഴും കാണിച്ചു, ഏത് സാഹചര്യത്തിലുള്ളവരോടും കാണിച്ചു. അപ്പോൾ നാം ആരെയും എഴുതിത്തള്ളരുതെന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ കരുണ തോന്നുക. ഈ ലോകത്തിൽ നിയമത്തിന്റെ പുറകെ പോകുന്നുടനെ പലരെയും മുടിയൻ പുത്രന്റെ ജ്യേഷ്ഠൻ എഴുതിത്തള്ളിയതുപോലെ എഴുതിത്തള്ളുമ്പോൾ ദൈവം പറയുകയാണ്, അവനെ എഴുതിത്തള്ളേണ്ട, അവന് മറ്റൊരു ചാൻസ് കൂടെ നാം കൊടുക്കണം, അവനോട് ക്ഷമിക്കണം, അവനുമായി സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. അത് സഹോദരങ്ങളോട് ദൈവം പറയുകയാണ്. ആ സഹോദരൻ പറയുന്നത് നിന്റെ മകനാണ്, എനിക്ക് അവനുമായിട്ടൊരു ബന്ധമില്ല. അപ്പൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇത് നിന്റെ സഹോദരൻ. അങ്ങനെ പറയുന്നു. മൂത്ത മകൻ പറയുന്നത്, നിന്റെ ഈ മകൻ വന്നപ്പോൾ തടിപ്പിച്ച കാളക്കുട്ടിയെ നീ അവന് കൊടുത്തു. അപ്പോൾ എല്ലാം ആരാണ്? നിന്റെ 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 പിന്നെ ആദം പറഞ്ഞതുപോലെ നീ തന്ന നിന്റെ പരിപാടിയാണ്. ഉടനെ യേശു പിതാവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? മകനെ, അവൻ നിന്റെ സഹോദരനാണ്. അത് നമ്മൾക്ക് ഇന്നും ഉള്ളിന്റെ ഉള്ളിൽ കയറുന്നില്ല. അപ്പൻ അംഗീകരിച്ചവനെ നാം അംഗീകരിക്കാതിരിക്കുമ്പോൾ നാം പുറത്താണ്, മുരടിച്ച ഹൃദയവുമായി നമ്മളുടെ വാദവും പറഞ്ഞ് സന്തോഷത്തിലില്ലാതെ വെളിയിലാണ്. അതിന് വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ? അപ്പൻ അംഗീകരിച്ചവരെ അപ്പൻ സ്നേഹിക്കുന്നത് പോലെ സഹോദരങ്ങളിൽ സ്നേഹിക്കണമെന്നൊരു വാക്യമുണ്ടോ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും? ഇല്ലെങ്കിൽ നോക്കിക്കോ, 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ?
എന്റെ അപ്പനിൽ നിന്ന് ഞാൻ ജനിച്ചു, അപ്പനിൽ നിന്ന് വേറെ 8 പിള്ളേരോടെ ജനിച്ചിട്ടുണ്ട്, അവരെയും ഞാൻ എന്തോ ചെയ്യണം? സ്നേഹിക്കണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. 5:1. Everyone who believes that Jesus Christ is one of God, and everyone who loves the Father loves his child as well. See? അപ്പനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പനിൽ നിന്ന് ജനിച്ച മക്കളെ സ്നേഹിക്കാത്തവൻ അവനിൽ നിന്ന് ജനിച്ചവനല്ല എന്നുള്ള സൗണ്ട് അല്ലേ? അപ്പൊ അതെ, അപ്പൻ പറയുകയാണ്, മോനെ ഇത് നിന്റെ സഹോദരൻ, നാം പറയുന്നത് ഇത് നിന്റെ മകനാണ്. അങ്ങനെ പറഞ്ഞു പോയാൽ എവിടെ നിൽക്കുകയുള്ളൂ? അപ്പൻ അടുത്തേക്ക് കയറിപ്പോ മോൻ വെളിയിൽ നിൽക്കും. ഇതാണ് കരുണയുടെ പിന്നിലുള്ള തത്വം. യേശു ഈ പ്രഭാഷണത്തിൽ ശക്തമായി പഠിപ്പിക്കുകയാണ്, കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നാം എപ്പോഴും ലോയും ചട്ടവും പറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ലോയും ചട്ടവും അതെ പഴയ നിയമത്തിന്റെ പ്രമാണം. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് ധാരാളം കൃപ തന്നു, കരുണ തന്നു, മനസ്സറിയും ദയ കാണിച്ചു. അപ്പൻ പിന്നെയും അങ്ങനെയുള്ളവരെയാണ് ദയ കാണിക്കുന്നത്. നോക്കിക്കേ, പുറത്തുള്ളവൻ അത് ചെയ്തപ്പോൾ അതിനെ പുകഴ്ത്തി, സഹോദരൻ അത് ചെയ്യാനിപ്പോൾ അവനോട് പറഞ്ഞു, കുഞ്ഞെ നീ ഇത് ചെയ്യേണ്ടതാണ്. ഇനി നോക്കൂ, യേശു ക്രിസ്തുവിന്റെ ചരിത്രം മുഴുവൻ നോക്കൂ. അവൻ ആരും കരുണ തോന്നാത്തവനോട് കരുണ കൊടുക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. ശമരിയ സ്ത്രീയെ കുറിച്ച് പറയുന്നതിന്റെ ആദ്യത്തെ വാക്യം 4-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു പ്രത്യേക പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതിന്റെ 2-ാം വാക്യം, അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. കാരണം അതിന് അവൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എന്നർത്ഥം. അതിലെ ആരും കടന്നു പോകത്തില്ല. അതല്ലേ അർത്ഥം. യഹൂദന്മാർ ഗലീലയിലേക്ക് പോകണമെങ്കിൽ ശമരിയയിൽ കൂടെ പോയാൽ ഷോർട്ട് റൂട്ടാണ്. പക്ഷെ ഒരുത്തൻ അതിലെ പോകയില്ല. കാരണം ആ ദേശം ശപിക്കപ്പെട്ടതാണെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ യേശു എന്ത് ചെയ്തു? മറ്റുള്ളവർ ചെയ്യാത്തവൻ. ആ നിയമം യേശുവിന് ബാധകമായില്ല. അവൻ അതിലെ തന്നെ കടന്നുപോയി. എന്താ? അപ്പൊ നമ്മുടെ നിയമം ലോകത്തിന്റെ നിയമമല്ല, പഴയ നിയമത്തിന്റെ നിയമമല്ല. നമ്മുടെ നിയമം എന്താ? 1 നാഴിക വിളിച്ചാൽ 2 നാഴിക നടക്കുന്ന പ്രമാണം. നമ്മുടെ നിയമം എന്താ? ഉടുപ്പി ചോദിക്കുന്നവനെ പുതപ്പൂടെ കൊടുക്കുന്ന പ്രമാണം. ഇതൊന്നും ആരും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഇല്ലെന്നേ. അങ്ങനെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാകും ഇല്ലേ? ഇവിടെ യേശു, അതുകൊണ്ടാണ് യേശു പറഞ്ഞ രീതി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഒബാമ പറഞ്ഞത്. കാരണം ശത്രുവിന്റെ നേരെ കരണം കാണിച്ചു കൊടുത്താൽ നമ്മുടെ രാജ്യമെല്ലാം എടുത്തുകൊണ്ട് പോകും എന്ന് ഒരിക്കൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. അതാണോ അതിന്റെ അർത്ഥം? അല്ല. ആ മനോഭാവം നാം ഒരു റൈറ്റ്സിനു വേണ്ടിയും ചാകാതെ പിന്നെന്താ അവിടെ യേശു പറഞ്ഞിരിക്കുന്ന കാര്യം അതിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു പ്രത്യേക നിയമം, പ്രതികാരത്തിന്റെ നിയമമല്ല എന്നർത്ഥമേ ഉള്ളൂ. കാരണം അതിന്റെ താഴെ പറയുന്നു, കണ്ണ് ഇടർച്ച കാണിച്ചാൽ ചുഴന്നെടുക്കുക. ആരെങ്കിലും കണ്ണിന് ചുഴന്ന് കളയാറുള്ളൂ. അതിന്റെ ലിറ്ററൽ മീനിങ് അങ്ങനല്ല. നിന്റെ കണ്ണ് ഇടർച്ച ഉണ്ടായാൽ അങ്ങനെ നീ ജീവിക്കാൻ പാടില്ല. ആ ഇടർച്ചയുള്ള കണ്ണുമായി ജീവിക്കാതെ ഇടർച്ചയില്ലാത്ത കണ്ണുമായി ജീവിക്കണമെന്നുള്ള അർത്ഥം. കൈ ഇടർച്ച വെച്ചാൽ വെട്ടിക്കളയാൻ ആരെങ്കിലും ഇതുവരെ ഏതെങ്കിലും ഭക്തൻ വെട്ടിക്കളയാൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ കർണത്തടിയും അതുപോലെയുള്ളൂ. ആ 2 മൈൽ നടക്കുന്ന പ്രിൻസിപ്പിൾ ഈ കാര്യങ്ങളിൽ കർത്താവ് ഡെവലപ്പ് ചെയ്ത് കാണിക്കുന്നു എന്ന അർത്ഥമേ ഉള്ളൂ. നമ്മുടെ മനോഭാവം മറ്റുള്ളവരോട് കരുണയുള്ള, ദയയുള്ള, മനസ്സരിയുള്ള, അവന്റെ സ്ഥിതി മനസ്സിലാക്കി അവനെ താങ്ങി അവനു വേണ്ടി യേശു ചെയ്തതുപോലെ ചെയ്യുന്നതാണ് യേശു പറഞ്ഞത് കരുണയുള്ളവൻ. എന്താ ചെയ്യുന്നത്? അവൻ ഇതിൽ കൂടെ കടന്നു പോകുക, ശബരിയിൽ കൂടെ. എന്തിനാ ശബരിയിൽ കൂടെ കടന്നു പോകുന്നത്? അവർക്ക് പോലും വേണ്ടാത്ത, ആരും അംഗീകരിക്കാത്ത 5 ഭർത്താക്കന്മാരെ തഴഞ്ഞ് 6ാമതൊരുത്തിലൂടെ താമസിക്കുന്ന ഒരു
5 ഭർത്താക്കന്മാരെ കളഞ്ഞ് 6ാമന്റെ കൂടെ കല്യാണം എന്ന് പറയുന്ന ചടങ്ങ് നടത്താതെ ഇവിടുത്തെ കോമൺ ലോ പോലെ പോയി പാർക്കുന്ന ഒരുത്തിയെ നോക്കി. എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്യുന്നു? അവളെ ഖണ്ഡം ചെയ്യാതെ അവളുടെ കൂടെ നടന്നേ അവളെ കർത്താവിലേക്ക് എത്തിക്കുകയായിരുന്നു കർത്താവ് ചെയ്തത്. അല്ലെ? അവൾക്കൊരു ചാൻസ് കൊടുക്കുക. അത് തന്നെയാണ് കർത്താവ് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? ആ പട്ടണത്തിലെ പാപിനി എന്നറിയപ്പെടുന്ന സ്ത്രീ, ആ സ്ത്രീയിൽ ഒന്നും പ്രശംസിക്കാനില്ല, ആർക്കും ഒന്നും കാണാൻ ഇല്ല. തൊടുന്നത് പോലും അത് വലിയ ബുദ്ധിമുട്ടായി, വീട്ടിൽ കയറുന്നത് പോലും വളരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ യേശു അവളിൽ കണ്ട ഒരു നല്ല ഗുണമുണ്ട്. വേറെ ഒന്നും പറയാനില്ല. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മോറലി അവർക്കൊന്നും പറയാനില്ല, സോഷ്യലി അവർക്കൊന്നും പറയാനില്ല, ഭൗതികമായിട്ട് അവർക്കൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ആകെ എന്തേ ഉള്ളൂ? യേശു കണ്ടെത്തി, മറ്റൊരാരും കണ്ടെത്താത്തത് അവളെ അംഗീകരിക്കുവാൻ, കരുണ കാണിക്കുവാൻ, മനസ്സലിയുവാൻ, ദയ തോന്നിക്കുവാൻ കർത്താവ് പറഞ്ഞു, ഇവളെന്നെ അധികം സ്നേഹിക്കുന്നു. നീ കണ്ടില്ലേ? എന്തോ ചെയ്തു? അവൾ കരയുന്നു, അവൾ തലമുടി കൊണ്ട് തുടയ്ക്കുന്നു, അവളെ വിശേഷ തൈലം ഒഴിക്കുന്നു. അപ്പൊ മറ്റുള്ളവരൊന്നും ഇതൊന്നും കാണത്തില്ല. അവരെന്തേ കാണുകയുള്ളൂ? ആ പെരിഫറലായി അവളെ എഴുതി തള്ളി അവളെ. പക്ഷേ യേശു അവളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? മറ്റൊരു ചാൻസ് കൊടുക്കുകയാണ്, കരുണ കാണിക്കുകയാണ്, ദയ കാണിക്കുകയാണ്, മനസ്സലിവ് കാണിക്കുകയാണ്. അവളോടെ അവൻ ഒരു പ്രത്യേകത കാണിച്ചു. അത് യേശു അവിടെ മാത്രമല്ല, വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീ. എന്താ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹീനമായതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ എടുക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിച്ച സ്ത്രീ, അവൾക്ക് ആരെങ്കിലും കൂട്ടി നിൽക്കുമോ? നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ എന്തോ പറയും? ഇവളവിടെ ഭർത്താവിനെ വിട്ടിട്ട് തീർച്ചയായും പോയത് ശരിയല്ല, നമ്മൾ ഇവരുടെ കൂടെ കൂടുകയില്ലേ? യേശുവിന്റെ കൂടെ കൂടാൻ ആരെങ്കിലും കാണുമോ? കാണത്തില്ല. എന്നാ യേശു പറഞ്ഞു, നിങ്ങളിൽ ഈ പാപമില്ലായിരിക്കാം, പക്ഷേ വേറെ അനേക പാപങ്ങളുണ്ട്. ഒരു പാപവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് അവളെ ആദ്യം കല്ലെറി. എന്താ? അപ്പോൾ യേശു ഈ പാപവും ബാക്കിയുള്ള പാപങ്ങളും കണ്ടിട്ട് പറയുകയാണ്, വേറെ ഏതെങ്കിലും പാപം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇവർക്കും ചാൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവരെയും ജീവിക്കാൻ അനുവദിക്കണം. ഇവളുടെ സ്ലൈറ്റ് എന്തോ ചെയ്യണം? കംപ്ലീറ്റ് ഉടച്ചിട്ട് പുതിയൊരു സ്ലൈറ്റ് എഴുതാനായിട്ടൊക്കെ കൊടുക്കണം. അതല്ലേ കർത്താവ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയുന്ന വലിയ വലിയ പാപങ്ങൾ എന്ന് നാം കണ്ടിട്ട് എഴുതി തള്ളുന്നുടനെ കർത്താവ് അവരെ എല്ലാം, ആദ്യം ഞാൻ പറഞ്ഞത് ജാതിയാണ്, രക്ഷിക്കപ്പെടാത്ത ശമരിയൻ. രണ്ടാമത്തത് 5 ഡിവോഴ്സ് ചെയ്ത് വേറൊരുത്തന്റെ കൂടെ താമസിക്കുന്നവർ. മൂന്നാമത്തവൾ അവളുടെ തൊഴില് എന്താണ്? പിന്നെ സെക്ഷൽ പാപമാണ്, അവള് പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. നാലാമത്തേത് വിവാഹം കഴിച്ചിട്ട് പല ബന്ധത്തിന് വേണ്ടി പോയവർ. അപ്പൊ ഇത് 4 കാറ്റഗറിയാണ്. 4 കാറ്റഗറിയിലുള്ളവരോട് കർത്താവ് വളരെ ശ്രേഷ്ഠമായ നിലയിൽ ഇടപെട്ടു. ഇനിയും നോക്കിക്കേ, രക്ഷിക്കപ്പെടാത്ത ജനങ്ങൾ, ദാഹിച്ച് ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവർ, വലിയ സമൂഹം യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നേ. നമ്മളാണെങ്കിൽ തീർച്ചയായും പറയും, മീറ്റിംഗ് വളരെ നന്നായിരുന്നു, കാരണം വലിയ ജനസമൂഹം അവിടെ വന്ന് യേശുവിനെ കേൾക്കാൻ വന്നിരിക്കുക. യേശു പറഞ്ഞു, അതല്ല കാര്യം. ഇവരെ അന്വേഷിക്കുന്നവരാകൊണ്ട് അവരോട് മനസ്സലിഞ്ഞു. പക്ഷെ അവരുടെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞു? കുഴഞ്ഞവര്, ചിന്നിയവര്, ചിതറിയവര്, ഇടയിലില്ലാത്തവർ എന്ന് വെച്ചാൽ ലക്ഷ്യമില്ലാതെ നടക്കുന്ന വലിയ സമൂഹത്തെ കണ്ടപ്പോഴും മനസ്സലിഞ്ഞു. വേണമെങ്കിൽ യേശുവിനെ വ്യത്യസ്തമായി ചിന്തിക്കാമായിരുന്നു. എന്നിട്ട് മനസ്സലിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ അവരോട് പ്രസംഗിച്ചു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ കുറവായതുകൊണ്ട് ദൈവജനത്തോട് പറയുകയാണ്,
ഇവരെ കൊയ്തെടുക്കാൻ, ഇവരെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ മനസ്സരിവോടെ ഇവരുടെ സ്ഥിതി കണ്ടിട്ട് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചു. അപ്പോൾ ഒരു തരക്കാരെയും യേശു വിടുന്നില്ലെന്നർത്ഥം. എല്ലാവരോടും അവന്റെ പിന്നിലുള്ള ആ വികാരം മനസ്സലിവായിരുന്നു, കരുണയായിരുന്നു, ദയയായിരുന്നു, അവരോട് തോന്നുന്ന അനുഭൂതിയായിരുന്നു, ആ സ്നേഹത്തിന്റെ. അവരെ എഴുതി തള്ളുവാൻ കർത്താവ് ഒരിക്കലും വിചാരിച്ചില്ല. ഇനി വിശക്കുന്നവരെ കണ്ടപ്പോൾ യേശു എന്തുവാ ചെയ്തത്? ശിഷ്യന്മാര് പറഞ്ഞു, ഇങ്ങനെ ഇവരെ പിടിച്ചോണ്ടിരുന്ന കുഴപ്പമാണ്, നമ്മളെ കുറച്ചു നേരം കൂടെ വെച്ചോണ്ടിരുന്ന ഇവർക്കൊന്നും ആഹാരം കിട്ടത്തിൽ ഒരു വഴിയിൽ പട്ടുപോകും. അപ്പോൾ യേശു അവരെ കണ്ടിട്ട് മനസ്സലിൽ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൊടുക്കാൻ എന്താ? അപ്പോൾ കർത്താവ് പറയുന്നത് നാം ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈവഴിഞ്ഞു പോകാൻ പാടില്ല എന്നാണ്. വലിയ കാര്യം കണ്ടിട്ട് ലോജിക്കായിട്ടുള്ള ഉത്തരവൊക്കെ നമ്മൾ പറയും. വലിയ സമൂഹം എന്തോ ചെയ്യാൻ, നമ്മളെ 200 കാശേ ഉള്ളൂ, ഇതുകൊണ്ട് അപ്പം വാങ്ങിയ നുള്ളിക്കൊടുക്കാൻ പോലും തികയത്തില്ല, എല്ലാം ശരിയാണ്. പക്ഷെ യേശു പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ കൊടുക്കണം. കാരണം യേശു അവരുടെ സ്ഥിതി മനസ്സിലാക്കി. ഇവർ 3 ദിവസം യേശുവിനോട് കൂടെ ഉള്ളവരെന്ന് മനസ്സിലാക്കി. അവര് മുന്നോട്ട് പോയി ആഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ യേശു അവർക്ക് ആഹാരം കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ നിജസ്ഥിതി മനസ്സിലാക്കി, അവരുടെ അവസ്ഥ ഗ്രഹിച്ചിട്ട് യേശു എന്തോ ചെയ്യാം, ഭക്ഷണം കൊടുക്കുവാനും അവരോട് പറഞ്ഞു. ഇനിയും ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വരിക. ആ സ്ത്രീക്ക് ഭർത്താവില്ല, ജനക്കൂട്ടമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നഷ്ടപ്പാടിനെ തിരിച്ചു കൊടുക്കുവാൻ ഈ കരച്ചിൽ കൊണ്ടൊന്നും കഴിയില്ല. പക്ഷെ യേശുവിന് മനസ്സിൽ കരുണ കാണിച്ചു, ദയ കാണിച്ചു. ആരും ചെയ്യാത്ത ഒരു റാബായും മഞ്ചത്തെ തൊടുകയില്ല. കാരണം അത് ശവം കൊണ്ടുപോകുന്ന വസ്തുവാണ്, അല്ലേ? ഒരാളും ചെയ്യത്തില്ല. ശവത്തെ തൊട്ടാൽ അന്നത്തെ ദിവസം മുഴുവൻ അശുദ്ധൻ. ശവപ്പെട്ടിയെ തൊട്ടാലും കാരണം അത്. അപ്പൊ തന്റെ ശുദ്ധിയേക്കാൾ കൂടുതൽ തന്നെ കുറിച്ച് ഇവർ എന്ത് പറയുമെന്നുള്ളതിനേക്കാൾ തന്നെ ആ സ്ത്രീയോട് തോന്നിയ അനുകമ്പ, കരുണ, ദയ, മനസ്സരിവായിരുന്നു തന്നെ മുന്നോട്ട് നടത്തിയ പ്രേരക ശക്തി. അപ്പോൾ ഇവിടെ എല്ലാം കർത്താവ് എന്തോ ചെയ്യുന്നത്? ആ മറ്റൊരു ചാൻസ്, ദയ, കരുണ, അത് യേശു കാണിച്ചു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്താണെന്ന് അറിയാമോ? കുഷ്ഠരോഗിയെ തൊട്ടു. എന്താ അങ്ങനെ ഒരു സംഗതി യഹൂദന്മാരാരും ചെയ്യില്ല. അവർക്ക് പ്രത്യേക സ്ഥലമാണ്. നിങ്ങൾക്കറിയാമോ നയമാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഭാരപ്പെട്ടത്? യോർദാനിൽ പോയി മുങ്ങാൻ പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും? അപ്പൊ മുങ്ങിയ കുഷ്ഠരോഗി എന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടും, കാണുന്നവർക്ക്. കാരണം ഈ രാജകീയ വസ്ത്രം കൊണ്ടോ പട്ടാള വസ്ത്രം കൊണ്ടോ ആരും എന്തിറങ്ങത്തില്ല, വെള്ളത്തിലിറങ്ങത്തില്ല. വെള്ളത്തിലിറങ്ങുമ്പോൾ അവന്റെ കുഷ്ഠം വെളിപ്പെടും. അത് അവൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് വെള്ളത്തിൽ 1 മുങ്ങി 2 മുങ്ങുന്തോറും ഇത് കൂടിക്കൂടി വരികയുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കരപ്പനുള്ള പിള്ളേർ വെള്ളത്തിൽ മുങ്ങിയിട്ട് കയറുമ്പോ അത് കൂടുതൽ എടുത്ത് കാണിക്കുകയുള്ളൂ. അപ്പൊ ഇവനെ 7ാം പ്രാവശ്യം ഇവന്റെ വസ്ത്രമൊക്കെ മാറി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയാൽ ഇവനെ എക്സ്പോസ് ചെയ്യുവാണ്. അതുകൊണ്ട് അവൻ അത്രയും ക്രുദ്ധിക്കുന്നത്. നോക്കൂ, അപ്പൊ കുഷ്ഠം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുള്ളൊരു രോഗമല്ല. അതായത് പറഞ്ഞതിന് ചുരുക്കം. വീട്ടിൽ ഉള്ളവർ പോലും അവരെ സ്വീകരിക്കുക. പക്ഷേ യേശു തമ്പുരാൻ ബാക്കിയുള്ളവരോട് സൗഖ്യമാകാം, പോകാം, എന്തൊക്കെ പറഞ്ഞവൻ അങ്ങനെ ചെയ്താൽ മതി, പോരെ. പക്ഷേ ഇവനെ എന്ന് കുഷ്ഠം വന്നു അന്ന് തൊട്ട് ആരും തൊട്ടിട്ടില്ല. മനുഷ്യൻ ഈ തൊടുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം. നിങ്ങൾ നോക്കിയേ, ഒരു കുഞ്ഞങ്ങോട്ട് കരയുന്നുണ്ടെ അപ്പനും അമ്മയും ചെന്നിട്ട് ആദ്യം എടുത്ത് തൊടുകയാണ്. ആ സ്പർശനം വെക്കുന്ന ഉടനെ എന്തായി? വേറൊരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞിന്റെ മുഖം മാറി. എല്ലാവരും പ്രായമുള്ളവരും
ഭർത്താവും ഭാര്യയും അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും സകലരും ടച്ചിനെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഈ ടച്ചിന് കിട്ടാത്ത ഒരൊറ്റ ആളെ ഉള്ളൂ. ആരാ? കുഷ്ഠരോഗി. നോക്കൂ, യേശുവിന്റെ ഹൃദയം, മനസ്സലിവ്. അവനെ തൊട്ടു, അവനെ തൊടുന്നു, അവന് പ്രതീക്ഷിക്കുന്നില്ല. അതൊരു വലിയ വാർത്തയാണ്. പട്ടി നമ്മളെ കടിച്ചെന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയാണോ? വലിയ വാർത്ത. ഒരു പട്ടി കടിച്ചു, എത്ര പേരെ പട്ടി കടിക്കുന്നു. എന്നാ ഒരു മനുഷ്യൻ പട്ടിയെ കടിച്ചെന്ന് പറഞ്ഞാലോ അന്നേരം ഒരു വാർത്തയാണ്. കുഷ്ഠരോഗിയെ തൊട്ടെന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായ, അവരുടെ ശൈലിയിൽപ്പെട്ടതല്ല, ആരും പ്രതീക്ഷിക്കുന്നതല്ല. അതാണ് കർത്താവ് എടുത്തു കാണിക്കുന്നത്. താൻ അശുദ്ധനാകുകയല്ല, അവന്റെ വിശുദ്ധി അങ്ങോട്ട് വ്യാപിച്ച് ആ മനസ്സിൽ അവിടെ വ്യാപരിച്ചപ്പോൾ അവർ ശുദ്ധിയുള്ളതായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ മനസ്സലിവിനെ കുറിച്ച് പറയാനുണ്ട്. ഇത് കണ്ട അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറയുന്നത്, ഞാൻ പാപികളിൽ വലിയവനായിരുന്നു. എന്നോട് തോന്നിയ അവന്റെ കൃപ, അവന്റെ കരുണ, അവന്റെ ദയ, അവന്റെ മനസ്സലി, അത് മാത്രമാണ് എനിക്ക് പ്രശംസിക്കുവാനുള്ളത്. അതുകൊണ്ട് അവൻ ഫിലിപ്പിയരോട് പറയുന്ന വാക്യം വായിച്ച് നിർത്താം. യേശു പറഞ്ഞു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോസ്തലൻ അതിന്റെ മഹിമ കണ്ടിട്ട് താൻ കൊലയാളിയാണ്, സഭയെ ഉപദ്രവിച്ചവനാണ്, ദൈവവൈദ്യൻ എന്ന് വിളിക്കാൻ ഒരു യോഗ്യനുമല്ല. പക്ഷെ കർത്താവിന്റെ കരുണ അവനെ തേടി വന്നപ്പോൾ അവൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ, പ്രബോധനമായിട്ടോ ആശ്വാസമായിട്ടോ കൂട്ടായ്മയായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സലിവുള്ളവരായിരിക്കാൻ. എന്താ? ആദ്രതയും മനസ്സലിവുള്ളവരായിരിക്കാൻ. ഫിലിപ്പിയർ 2:1 ഞാൻ വായിച്ചത്. അപ്പോൾ അതാണ് കരുണയുടെ ശക്തി. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ യേശു പറയുന്നു, ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമ്മൾക്ക് കരുണ ലഭിക്കുവാൻ, ചാൻസുകൾ ലഭിക്കുവാൻ, നമ്മളുടെ അവസ്ഥ മനസ്സിലാക്കി മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, നമ്മുടെ കുറ്റങ്ങൾ ഓർക്കാതിരിക്കുവാൻ സന്ദർഭം തരുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നാം എന്ത് ചെയ്യുക? അവരോട് കരുണ കാണിക്കുക. നാം കരുണ കാണിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മളോട് കരുണ കാണിക്കും. നമ്മളുടെ സ്മാർട്ട്നെസ് കൊണ്ടൊന്നും നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ പറ്റുകയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ഈ മില്ലർ റാഞ്ചിൽ കൂടെ റൈറ്റ് എടുത്ത് പോയപ്പോൾ അവിടെ തീ പോലെയുള്ള സ്ഥലമുണ്ടല്ലോ, സ്റ്റോപ്പിൽ ഞാൻ നിർത്തി. പെട്ടെന്ന് എനിക്ക് തോന്നി, അവിടെ വന്ന് നിർത്തിയ മനുഷ്യൻ ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് തിരികെയാണ്. കാരണം അവിടെ തീയാണ്, ഒന്ന് റൈറ്റ് ഒന്ന് നേരെ. അവൻ അങ്ങനെയുള്ളൊരു ലൈറ്റ് ഇട്ട പോലെ എനിക്ക് തോന്നി. ഞാനും പെട്ടെന്ന് എടുത്തു. ഇവൻ നേരെ സ്ട്രൈറ്റിലേക്ക് അങ്ങ് പോയി. ഇപ്പൊ എന്താ ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. ഞാനൊരു ഷപ്പലാണ് ഇട്ടിരുന്നത്, ബ്രേക്ക് ചെയ്ത് സ്ലിപ്പും ചെയ്തു. എന്താ? അവൻ റൈറ്റ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വണ്ടി എടുത്തു. അവൻ സ്ട്രൈറ്റിൽ പോരുന്നു. ആർക്കാണ് ഇത്രയും ദൂരമേ ഉള്ളൂ, ഈ തീ പോലെ ഇരിക്കുന്നത്. എന്റെ കാല് ചപ്പലിൽ നിന്ന്, ചപ്പലായതുകൊണ്ട് സ്ലിപ്പും ചെയ്തു, ബ്രേക്ക് ചെയ്ത് പോയി. ഞാൻ 100% തീരുമാനം. ഞാൻ സെല്ലിന് വന്നു. സെല്ലിനോട് ചോദിച്ചു, അച്ഛൻ എന്തോ ഈ കാണിക്കുന്നു? എന്തോ ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ദൈവം തമ്പുരാൻ പിടിപ്പിച്ചു എന്നല്ല, 1 ഇഞ്ചിനാണ് ഞങ്ങൾ തമ്മിൽ തെന്നി മാറിപ്പോകുന്നത്. അതാണ് ദൈവത്തിന്റെ പരിപാലനം. ദൈവം നമ്മളോട് മറ്റൊരു സന്ദർഭം കൂടെ തന്നു എന്നർത്ഥം, കരുണ കാണിച്ചു എന്നർത്ഥം. നമ്മളുടെ അബദ്ധം ഓർക്കാതെ, നമ്മളുടെ തെറ്റായ ചിന്താഗതി ഗണ്യമാക്കാതെ അവൻ എത്രയോ സന്ദർഭം നമുക്ക് തരുന്നു ജീവിക്കുവാൻ. നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ച് നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേട്ട് നമ്മെ നടത്തുമ്പോൾ അവൻ പറയുന്നത്, കരുണയുള്ളവർ ഭാഗ്യവാന്മാരും, അവർക്ക് കരുണ ലഭിക്കുകയും ചെയ്യും. യേശുവിന്റെ ജീവിതം അതിനെ ഉയർത്തുന്നതായിരുന്നു, അതിനെ തെളിയിക്കുന്നതായിരുന്നു, അതിന് മാതൃക കാണിച്ചു. അവൻ കരുണയുടെ പുരുഷനാണ്. അവന്റെ പഠിപ്പീരുകൾ തിളങ്ങി നിന്നു. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ആ മുടിയൻ പുത്രന്റെ സഹോദരനെ പോലും ലോയിഞ്ചത്വവുമല്ല, അപ്പനെ പോലെ കരുണ കാണിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജാതിയായ ഒന്നും പ്രതീക്ഷിക്കാത്ത ശമരിയാക്കാരന്റെ ജീവിതത്തിൽ ആ കരുണ കണ്ടപ്പോൾ യേശു പറഞ്ഞു,
നിങ്ങൾ സഹോദരങ്ങൾ എന്ന് പറയുന്ന യഹൂദന്മാർ ഇങ്ങനെ പോയി ചെയ്തേ. എന്ത് ചെയ്യുക? ലോകത്തിന് അർഹതയില്ലാത്തവർക്ക്, ആവശ്യക്കാർക്ക് കരുണ കാണിക്കുക. എന്നാൽ നിന്നോട് കരുണ ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന ദൈവജനം വളരെ ചെറിയ ഒരു വാക്യമാണ് ഈ പ്രഭാഷണത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നാം ഭാഗ്യവാന്മാരാകുവാൻ, നമ്മൾക്ക് കരുണ ലഭിക്കുവാൻ, നമ്മുടെ ജീവിതം വ്യത്യസ്തമാകുവാൻ, എല്ലാ ജനങ്ങൾക്കും മറ്റൊരു ചാൻസ് കൂടെ കൊടുക്കുവാൻ, എല്ലാ ജനങ്ങൾക്കും അവരുടേതായ ആ തലത്തിൽ അവർ ചെയ്തത് എന്താണെന്ന് നാം ഗ്രഹിച്ചിട്ട് അവരോട് മനസ്സലിവ് തോന്നുക, ഉദ്ധാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. നമ്മുടെ ദൈവം മനസ്സലിവിന്റെ ദൈവമാണ്. അത് ദിനംതോറുമാണ്, അത് പുതിയതാണ്, അത് ഇന്നും നമുക്ക് ലഭിക്കുന്നതാണ്. ഇന്ന് രാവിലെ അവന്റെ കരുണയ്ക്കായി നമുക്ക് നോക്കാം. അവന്റെ കരുണ അനുഭവിക്കുമ്പോൾ നമ്മളിൽ നിന്നും ആ കരുണ ഉളവാകട്ടെ, ആ കരുണ കാണിക്കട്ടെ, ആ കരുണ മറ്റുള്ളവർ കണ്ടിട്ട്, യേശു കണ്ടിട്ട് പറയട്ടെ, നീ അവനെ പോലെ സോവാൻസോയുടെ ജീവിതത്തിലുള്ള ആ കരുണ നിന്റെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് കർത്താവ് ആത്മാർത്ഥമായി നമ്മളെ കുറിച്ച് പറയട്ടെ. അതാണ് ദൈവജനത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈ പദം എടുത്ത് യേശു തന്റെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ദൈവജനമേ, അത് അപ്പന്റെ സ്വഭാവമാണ്, അത് ദൈവത്തിന്റെ സ്വഭാവമാണ്, അത് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയതാണ്, വേദപുസ്തകത്തിലുടനീളം നമ്മെ പ്രബോധിപ്പിക്കുന്നതാണ്. ആയതിനാൽ ഇന്ന് രാവിലെ ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം.